ഹലോ കൂട്ടുകാരെ, കുറേ നാളത്തെ ആഗ്രഹമാണ് കേട്ടോ. നമ്മുടെ ഇവിടെ വയലിലൊരു സൈസ് പൂവ് നിൽപ്പുണ്ട്. ഒരു വെള്ള കളറിലൊരു പൂവാണ്. സിനിമയിലും പാട്ടിലും ഒക്കെ കണ്ടിട്ടുള്ളതേ ഉള്ളൂ. അപ്പോൾ അതേ സാധനമാണോ എന്നറിയത്തില്ല, പക്ഷെ അതിൻ്റെ ഒരു ചെറിയൊരു സംഭവമാണ്. അപ്പം ഇപ്രാവശ്യം നമ്മൾ ചെന്നപ്പോൾ അത് പറിക്കാമെന്ന് കരുതി പോവുകയാണ് കേട്ടോ. ഭയങ്കര റിസ്ക്കുള്ളൊരു കാര്യമാണെന്ന് വെച്ചാൽ വയലിൻ്റെയൊക്കെ സെൻറ്ററിലോട്ടാണ്. അവിടെ താന്നു പോകുമോ ഒന്നും അറിയാൻ പാടില്ല. എന്തായാലും രണ്ടും കൽപ്പിച്ചിറങ്ങി കേട്ടോ. നമ്മൾ അല്ലെങ്കിലും വൈകുന്നേരം സമയമാകുമ്പോൾ ഒന്ന് നടക്കാനോ ഒന്ന് റൗണ്ട് ചെയ്യാനൊക്കെ ഇറങ്ങാറുണ്ട്. അപ്പോൾ നമ്മൾ അതേപോലൊക്കെ ഇത് ഈ തോടെന്ന് വെച്ചാൽ ഇപ്പുറത്തെ സൈഡിൽ നിന്ന് അപ്പുറത്തെ സൈഡിലേക്കായിട്ട് ഒരുപാട് നടക്കാനുണ്ട് കേട്ടോ. ഞങ്ങൾ നിരന്നങ്ങ് നടന്ന് കുറേ ദൂരം നടന്നു. അപ്പോൾ ഇവിടെ ഒരു പശുവൊക്കെ നിൽപ്പുണ്ട്. പശു അതിൻ്റെ കുട്ടി നിൽപ്പുണ്ട് കേട്ടോ. അതിൻ്റെ അടുത്ത് കൊക്കൊക്കെ വന്ന് നിൽപ്പുണ്ട് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കാണാനെ കൊണ്ട്. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ വയലിൻ്റെ ആ ഒരു ഭാഗം മൊത്തം ഒരുമാതിരി മുക്കുറ്റിയുടെ സൈസ് സൂര്യകാന്തിയുടെ കുഞ്ഞു പൂവുണ്ടല്ലോ, അപ്പോൾ അതേമാതിരിയുള്ളൊരു പൂവാണ് കേട്ടോ. അപ്പം നമ്മൾ ഇങ്ങേ അറ്റത്തുനിന്ന് സ്റ്റാർട്ട് ചെയ്യുവാണ്. ഇങ്ങേ അറ്റത്തുനിന്ന് നമുക്ക് അങ്ങേ അറ്റം വരെ പോകണം. കണ്ടോ, ഇവിടെ ഫുള്ള് ഈ ചെടിയും പൂവാണ് കേട്ടോ. അത്തപ്പൂക്കൾ ഇടാനെ കൊണ്ട് ഇവിടെ നിന്നൊക്കെ ഒരുപാട് പൂക്കൾ പിച്ചിക്കൊണ്ട് പോകാറുണ്ട് കേട്ടോ. ഇപ്പോഴും പിച്ചാറുണ്ട്. അപ്പം നല്ല ഭംഗിയാണ്. തൻ്റെ ആ കാണുന്ന വൈറ്റ് പൂവുണ്ടല്ലോ, അതാണ് നമ്മൾ പറിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പം ഞാൻ ഈ വീഡിയോ ഒക്കെ എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. അവിടെ ഒരു കൊച്ചു നിൽപ്പുണ്ട് കേട്ടോ. കൊച്ചു നോക്കി നിൽക്കുകയായിരുന്നു. പിന്നെ നമ്മളിങ്ങനെ പോയ കേട്ടോ. പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഭയങ്കര കാടും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ എന്തോ തീയിട്ടതാണോ എന്തോന്ന് അറിയത്തില്ല. ഇത് ഇത്രയും ഭാഗമൊക്കെ കരിഞ്ഞ് കിടക്കുന്ന, ബാക്കിയുള്ള ഭാഗങ്ങൾ ഫുള്ള് നല്ല പച്ച വിരിച്ച് കിടക്കുകയാണ് കേട്ടോ. തെങ്ങായാലും പിന്നെ ഇവിടെ കൃഷിയൊന്നും ചെയ്യാറില്ല. ഒരുമാതിരി ഇതേ ഈ ഒരു പച്ച കളറിലെ പുല്ല് പിടിച്ച് കിടക്കുകയാണ് എല്ലാ ഭാഗത്തും. അപ്പം നമ്മുടെ യാത്ര പകുതിയിലേറെ ആയി കേട്ടോ. ഇനിയിപ്പം കുറേ പോകണം. ഇനിയിപ്പോൾ അവിടെ വാഴ കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ ഒരു പോക്കുണ്ട്. പിന്നെ ഇവിടുന്നും അപ്പുറത്തെ സൈഡിൽ പോയി അവിടെ ഉണ്ട് കേട്ടോ. പിന്നെ ഇപ്പുറത്തെ സൈഡിലോട്ട് വരുമ്പോൾ അവിടെയും 2 സെക്ഷനായിട്ടാണ് ഈ പൂക്കൾ നിൽക്കുന്നത്. പറിക്കാൻ പറ്റുമെന്നൊന്നും അറിയത്തില്ല. എന്തായാലും നമ്മൾ രണ്ടും തിരിഞ്ഞിറങ്ങി. പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞ് നമ്മുടെ തോടിൻ്റെ കരയ്ക്കൊക്കെ കുറേ നേരം ഇരുന്ന് കേട്ടോ. കുറേ നേരം ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞിട്ടാണ് പോയത്. പിന്നെ അവിടെ കുറേ മുക്കുറ്റിപ്പൂക്കളും അങ്ങനെയുള്ള പൂവൊക്കെ ഉണ്ടല്ലോ. മോൻ അതൊക്കെ പറിച്ചിട്ട് വെള്ളത്തിലിട്ട്, അത് കണ്ടപ്പോൾ ഞാനും അതൊക്കെ പറിച്ചിടുകയൊക്കെ ചെയ്ത് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. ആ ഒരു സ്ഥലത്തിരിക്കുമ്പോൾ നല്ല തണലും കാര്യങ്ങളും ഒക്കെയാണ് കേട്ടോ. തണലെന്ന് വെച്ചാൽ വൈകുന്നേര സമയത്ത് പോകുമ്പോൾ നല്ല തണുപ്പാണ്. പകലൊന്നും പറ്റൂല കേട്ടോ. അവിടെ നിന്ന് മരങ്ങളൊക്കെ കുറവാണ്ട് ഭയങ്കര ചൂടും വെയിലും ഒക്കെ ആയിരിക്കും. പിന്നെ കുറേ നേരം അവിടെ ഇരുന്ന് കേട്ടോ. കുറേ നേരം അവിടെ ഇരുന്നിട്ട് പിന്നെ അങ്ങോട്ട് നടക്കാമെന്നും കരുതി പെയ്യെ പോയി. അങ്ങനെ നമ്മൾ അവിടെ കുറേ നേരം ഇരുന്നതിന് ശേഷം ഇങ്ങനെ നടന്നു വന്നപ്പോൾ ആരോ അവിടെ ഉപേക്ഷിച്ചിട്ട് പോയ അതേ ഈ ഒരു പൂവാണ് കേട്ടോ. അത് തറയിൽ കിടന്ന് ഞാനൊന്ന് എടുത്ത് നോക്കിയപ്പോൾ അത് ഭയങ്കരമായിട്ട് കൊഴിയുന്ന സൈസാണ്. പിന്നെ ഇവിടേക്ക് എന്തൊക്കെയോ കമ്പോ എന്തൊക്കെയോ വീണ് കിടക്കുന്നത്. പിന്നെ ഞാൻ ഒരു കമ്പും കൊണ്ട് കുത്തിയൊക്കെ പോയിട്ട് പൊതയുന്നില്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ട് അവിടെ എത്തി കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു. എന്തോ ഒരു വൈബായിരുന്നു കേട്ടോ. അവിടെ വന്ന് നിന്നപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ ഓരോന്നായിട്ട് എങ്ങനെയൊക്കെയോ പറിച്ചെടുത്ത്. ഭയങ്കര പാടാണ് കേട്ടോ. ഒരു കയ്യിൽ ഫോണും ഒരു കയ്യിൽ ഈ സംഭവം കൂടെ ആയതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ ഞാൻ പറിച്ചൊപ്പിച്ചെന്തായാലും. പിന്നെ ആദ്യം പിടിച്ചിട്ട് ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇതിങ്ങനെ കാറ്റത്തൊക്കെ ഇരിക്കുമ്പോഴത്തേക്ക് ഇതിൻ്റെ സംഭവങ്ങളൊക്കെ ഇങ്ങനെ അപ്പൂപ്പൻ താടി മാതിരി പറന്ന് നടക്കും. അപ്പോൾ അങ്ങനെ ഒരു സാധനമുണ്ട്. ഞാനിത് വീട്ടിൽ കൊണ്ടുപോയെങ്കിലും സംഭവം വെളിയിൽ വെച്ചിരിക്കുകയായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ കുറേ നേരം അവിടെയൊക്കെ ഇരുന്നതിന് ശേഷം നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു പോയി കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ടാറ്റാ.